ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് നമ്മുടെ ക്രിസ്തു. മനുഷ്യർ നമ്മളെ ഫെയിൽ ചെയ്യും, നമ്മുടെ സ്വന്തക്കാർ നമ്മളെ മറന്നെന്ന് വരും. പക്ഷേ ഏതൊരു സിറ്റുവേഷനിലും ഓടി വന്ന് അഭയം തേടുവാൻ ഉറപ്പുള്ള ഒരു മറവിടമാണ് നമ്മുടെ ക്രിസ്തു. ദൈവം ചിലരെ വിളിച്ചാൽ ദൈവത്തിന് അവനെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ ദൈവം മതിയായവനാണ്. അബ്രഹാം ഇറങ്ങിത്തിരിച്ചത് കണ്ടിട്ട് ഇറങ്ങിത്തിരിച്ചതാണ്. പക്ഷെ കൂടെ ഇറങ്ങിത്തിരിച്ചവർ കണ്ടിട്ടല്ല, കേട്ടിട്ട് ഇറങ്ങിത്തിരിച്ചതാണ്. ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് ഇറങ്ങിത്തിരിച്ചവർക്ക് അവർക്ക് ഒരിക്കലും പിന്നോട്ട് പോകാൻ കഴിയില്ല. രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നാൽ പിന്നെ ദൈവസഭയിൽ വരുന്ന ഒരാൾക്ക് പിന്നെ സ്റ്റാഗ്നേഷൻ ഇല്ല, ഒരിക്കലും പിന്നെ അവിടെ നിൽക്കുകയില്ല, പുറകോട്ട് നടക്കത്തുമില്ല. കാരണം റിവേഴ്സ് ഗിയർ ഇല്ല. രക്ഷിക്കപ്പെട്ടവന് പിന്നെ റിവേഴ്സ് ഗിയർ ഇല്ല, അവൻ്റെ യാത്ര എപ്പോഴും മുൻപോട്ടാണ്. നീ ഒരിക്കൽ കളഞ്ഞ ഭാരവും പാപവും വിട്ടിട്ട് നീ പുറകെ പെതുക്കെ നടന്നു പോയാൽ ലോത്തിൻ്റെ ഭാര്യയോട് കൂട്ടായി പോകും. യേശുവിനെ നോക്കിയാൽ ഒരു പ്രത്യേകതയുണ്ട്, അത് അവനാണ് വിശ്വാസത്തിൻ്റെ നായകൻ, അവനാണ് സകലതും പൂർത്തി വരുത്തിയത്. ഹീസ് ദ ഫിനിഷർ. നമ്മളും ഇതേ സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. പലപ്പോഴും ദൈവത്തോട് നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടും പല പ്രാവശ്യം കരഞ്ഞിട്ടും ദൈവത്തെ പല കാര്യങ്ങൾ ചെയ്തിട്ടും എൻ്റെ കാര്യങ്ങൾ മാത്രം എന്തുകൊണ്ട് മുന്നോട്ട് ഒരു പുരോഗതിയുമില്ല, ഒന്നും നടക്കുന്നില്ല, എല്ലാം എവിടേക്കോ നിന്ന് തടയപ്പെടുന്നു, എന്തുകൊണ്ടാണ്? അത് വൈകും എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ ഉത്തരം ലേറ്റാ, പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് തക്ക സമയം. അപ്പോൾ വിശ്വാസത്തിൽ ക്ഷീണം ഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. താൻ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കഴിഞ്ഞു പോയതിനെ ഓർത്ത് വിലപിക്കാനും പ്രയാസപ്പെടാനും നിരാശപ്പെടാനും പിന്നെ പറഞ്ഞ് അതിനെക്കുറിച്ച് പലപ്പോഴും വാക്കുകൾ കൊണ്ട് നാം നമ്മെ തന്നെ താഴ്ത്തി പറയുവാനും ഇടവരാതെ നാം എപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസത്തിൽ പഴയതിനെ മറക്കുക, പുതിയതിൻ്റെ സ്റ്റെപ്പ് എടുക്കുക, പുതിയതിന് വേണ്ടി ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കാൻ തീരുമാനമെടുക്കുക. നീ ജയിക്കത്തില്ല എന്ന് പറയുന്നിടത്ത് നിന്നെ ജയിപ്പിക്കുന്നത് ദൈവമാണ്. ഉപേക്ഷിച്ച പാപങ്ങൾ നമ്മുടെ പുറകെ വിടും, നമ്മളെ വിട്ട് പോകത്തില്ല, അത് നമ്മളുടെ കൂടെ നമ്മളെ വീഴിക്കുവാനായിട്ടത് വരും. ആ പാപത്തിൽ നിന്ന് ഹല്ലേലൂയ വിട്ട് നമ്മൾ ഓടണം. നമുക്ക് മുമ്പിലൊരു ഓട്ടം വച്ചിട്ടുണ്ട്. ആ ഓട്ടം ക്ഷമയോടെ നമ്മൾ ഓടണം. ആ ഓട്ടം ക്ഷമയോടെ ഓടണമെങ്കിൽ ആരെ നോക്കണം? യേശുവിനെ നോക്കണം.